ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं। श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेव श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം. അധ്യായം 13 ശ്ലോകം 6 മുതൽ നമ്മളിന്ന് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അർജുനൻ്റെ 6 ചോദ്യങ്ങൾ കണ്ടു. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ക്ഷേത്രം, ക്ഷേത്രജ്ഞ, ജ്ഞാനം, ജ്ഞേയം. ഭഗവാൻ ഉത്തരം പറയുന്നു. ക്ഷേത്രം എന്താണെന്ന് പറയുന്നു. ശരീരത്തെയാണ് ക്ഷേത്രമായിട്ട് പറയുന്നത്. ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവ്. എന്നാൽ പ്രധാന ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവ്. ക്ഷേത്രജ്ഞ രണ്ടുണ്ട്. ഒന്ന് ജീവാത്മാവ്, ഒന്ന് പരമാത്മാവ്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുകൾ, അതായത് പെർഫെക്റ്റ് നോളജ് എന്ന് പറയാം. അതായത് ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാക്കുറിച്ചും അറിയുന്നവരെ ജ്ഞാനി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു 3-ാമത്തെ ശ്ലോകത്തിൽ. 4-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നു യച്ഛ യാദൃക് യദ്വികാരി, അല്ലേ? അതെല്ലാം നമ്മൾ കണ്ടു. അതായത് ശരീരത്തിൻ്റെ ഘടന എന്താണ്, അതേപോലെ ശരീരത്തിലെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ശരീരത്തിന് വന്നു പോകുന്നത്, അതേപോലെ തന്നെ ഇതെവിടെ നിന്ന്, ശരീരം എങ്ങനെയാണ് വരുന്നത്, അതിനുശേഷം പിന്നെ സ്വരൂപം എന്താണ്, അതായത് ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്, അതേപോലെ യത് പ്രഭാവ, ആത്മാവിൻ്റെ ശക്തികൾ, ആത്മാവും പരമാത്മാവിൻ്റെയും, അതായത് ക്ഷേത്രജ്ഞൻ്റെ ഐഡൻറ്റിറ്റി, ക്ഷേത്രജ്ഞൻ്റെ സ്വരൂപവും ക്ഷേത്രജ്ഞൻ്റെ ശക്തികളും എന്തൊക്കെയാണ് എന്നുള്ളത്. ഇങ്ങനെ 6 വിഷയങ്ങളാണ് ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും കൃഷ്ണൻ വിവരിക്കാൻ പോകുന്നത് ഈ അധ്യായത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആക്ച്വലി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനെല്ലാം പറഞ്ഞു. എനിവേ, കുഴപ്പമില്ല. നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിർ അവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാ ഇച്ഛദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതിഃ
एतत् क्षेत्रं समासेन सविकारम् उदाहृतम्. Yes. हरे कृष्ण. ओ नमो भगवते वासुदेवाय. महाभूतानि अहङ्कारो बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचराः इच्छा द्वेष सुखं दुःखं सङ्घातचेतना तृतीयम् एतत्क्षेत्रं समासेन सविकारमुदाहृतम्. हरे कृष्ण प्रभुजी. हरे कृष्ण प्रभु. ओम नमो भगवते वसुदेवाय. महाभूतानि अहङ्कारो बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचराः इच्छा द्वेष सुखं दुःखं सङ्घातचेतना धृतिः एतत् क्षेत्रं समासेन सविकारमुदाहृतम्. हरे कृष्ण. हरे कृष्ण प्रभु. महाभूतान्यहङ्कारो बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचराः इच्छा द्वेषा सुखं दुःखं सङ्घातश्चेतना धृतिः एतत् क्षेत्रं समासेन सविकारमुदाहृतम्. हरे कृष्ण. Okay. हरे कृष्ण प्रभु. हरे कृष्ण प्रभु. महाभूतान्यहङ्कारो बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचरा इच्छद्वेषो सुखदुःखं सङ्घातच्छेदनाधृति एतत् क्षेत्रं समासेन सविकारमुदाहृतम्. हरे कृष्ण. Okay. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ വേറെ ആരെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 5 മഹാഭൂത വിവർത്തനം വൈ ശൈലപ്രഭാജി. ശൈലപ്രഭാത്ക്ക് ജയ്. 5 മഹാഭൂതങ്ങൾ മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിൻ്റെ പ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഭാവാർത്ഥം: ഋഷിവര്യന്മാരുടെ ആധികാരിക പ്രസ്താവനകളിൽ നിന്നും വൈദിക സൂക്തങ്ങളിൽ നിന്നും വേദാന്ത സൂത്രങ്ങളിൽ നിന്നും പ്രപഞ്ച ഘടകങ്ങളെ പറ്റി നമ്മൾ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമതായി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 മഹാഭൂതങ്ങളുണ്ട്. പിന്നെ മിഥ്യാഹങ്കാരവും ബുദ്ധിയും. പ്രകൃതിയുടെ അവ്യക്ത നിലയിലുള്ള 3 ഗുണങ്ങളും ഉളവാകുന്നു. പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും. അടുത്തതായി ശബ്ദം, കാലുകൾ, കൈകൾ, ബുധം, ഉത്പാദനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയങ്ങളും രൂപം കൊള്ളുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മനസ്സാണ് അടുത്തത്. ആന്തരികമാകയാൽ ഇതിനെ ആന്തരേന്ദ്രിയം എന്ന് പറയാം. ഇങ്ങനെ മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ 5: ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. ഈ 24 ഘടകങ്ങളുടെ സമൂഹത്തെയാണ് കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ഈ 24 വിഷയങ്ങളെയും വെവ്വേറെ എടുത്ത് നിഷ്കൃഷ്ട പഠനം നടത്തുന്നവർക്ക് കർമ്മക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിവ് നേടാം. ഇനി രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളുമുണ്ട്. സ്ഥൂല ശരീരത്തിലെ 5 മഹാഭൂതങ്ങളുടെ അന്യോന്യ പ്രതികരണങ്ങളെ ആണിവ വെളിപ്പെടുത്തുന്നത്. പ്രജ്ഞ, വിശ്വാസം എന്നീ ജീവലക്ഷണങ്ങൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ആവിഷ്കാരങ്ങളത്രേ. ഈ സൂക്ഷ്മ തത്വങ്ങളും കർമ്മക്ഷേത്രങ്ങളിൽ പെട്ടവ തന്നെ. മിഥ്യാഹങ്കാരത്തിന്റെ സ്ഥൂലമായ പ്രതിനിധാനങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഭൗതിക സങ്കല്പത്തിന്റെ അഥവാ അജ്ഞാന വിധേയമായ തമോമയമായ ബുദ്ധിയുടെ മിഥ്യാഹങ്കാരത്തിന്റെ അദൃശ്യ രൂപങ്ങളായ ഇവ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അവ്യക്ത ദശയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ അവ്യക്ത ദശയിലുള്ള ത്രിഗുണങ്ങളെയാണ് പ്രധാനം എന്ന് പറഞ്ഞു വരുന്നത്. ഈ 24 മൂലകങ്ങളെയും അവയുടെ അന്യോന്യ പ്രതികരണങ്ങളെയും കുറിച്ച് വിശദമായി അറിയേണ്ടവർ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. ഭഗവത്ഗീത ഇവയെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടേ ഉള്ളൂ. ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ശരീരം. ആ ശരീരത്തിന് മാറ്റങ്ങൾ 6 വിധത്തിലുണ്ട്: ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, മരണം എന്നിങ്ങനെ. അസ്ഥിരമായ ഒന്നാണ് ഈ കർമ്മക്ഷേത്രം. എന്നാൽ
അതിനുടമയായ ക്ഷേത്രജ്ഞൻ അങ്ങനെയല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ ഇവിടെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിലാണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇത് ഏതാണ് 6 വിഷയങ്ങളിലെ ഏത് വിഷയമാണിത്? എത്ര? ഉം. പ്രകൃതി. 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, യച്ച തുടങ്ങുന്നത് ശരീരത്തിൻ്റെ കോമ്പസിഷൻ എന്താണെന്നുള്ളത്. ഹരേ കൃഷ്ണ. ശരീരഘടനയാണോ പ്രഭുജി? ശരീരഘടനയാണ് നമ്മൾ തുടക്കത്തിൽ ഇന്നും വീണ്ടും പറഞ്ഞല്ലോ അതിനെക്കുറിച്ച്. ശരീരഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇല്ലേ? ശരീരം എങ്ങനെയാണ് കോമ്പോസിഷനാണ് പറയുന്നത്. ഇപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ അത് ഘടന എന്താണെന്ന് പറയുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ശരീരത്തിൻ്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പഞ്ചഭൂതങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം. 6 വിഷയങ്ങളിലെ ആദ്യത്തെ വിഷയമാണ് ഇത് എന്നാണ് ഞാൻ പറയുന്നത്. 6 വിഷയങ്ങൾ ഭഗവാൻ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഞാൻ ഇനി പറയാൻ പോവാണ് 6 വിഷയങ്ങൾ അല്ലേ. അതിലെ ആദ്യത്തെ കാര്യമാണ് ഇത്. 24 മൂലകങ്ങളെ കുറിച്ച് പറയുന്നു. പഞ്ചമഹാഭൂതം, പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ ഇന്ദ്രിയ വസ്തുക്കൾ 5, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, പ്രധാനം. 24ാമത്തെ പ്രധാനം. പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ മൂലകങ്ങളെല്ലാം അതിന് മഹത്വത്വം എന്നും പറയാം അല്ലേ? മഹത്തത്വം എന്നും പറയാം. അതായത് അപ്രകടമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ മൂലകങ്ങളെല്ലാം ഒരുമിച്ച് പ്രകടമാവുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥയാണ് പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മഹത്വത്വത്തിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ശ്ലോകത്തിലെ ബേസിക്കലി നമ്മൾ ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിലും പറയുന്നത് ഇത് തന്നെയാണ്. ശരീരത്തിൻ്റെ ആ ക്ഷേത്രം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ശരീരം വളരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, അതിനുശേഷം വേറെ ഇപ്പോൾ കുട്ടികളുണ്ടാവുകയാണെങ്കിൽ കുട്ടികളുണ്ടാവുന്നു, അതിനുശേഷം ശരീരം താഴോട്ട് പോകുന്നു, അതായത് ഗ്രാഫ് താഴോട്ട് പോകുന്നു, അങ്ങനെ അവസാനം മരിക്കുന്നു. അങ്ങനെ പരിവർത്തനങ്ങൾ ശരീരത്തിനുണ്ട്. എന്നാൽ അതുകൊണ്ട് ശരീരം ഒരിക്കലും സ്ഥായിയല്ല, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളതല്ല. ശരീരം നശിക്കുന്നു, ജനിക്കുന്നു, അത് അവസാനം നശിക്കുന്നു. എന്നാൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്നത് നശിക്കുന്നതല്ല, ശാശ്വതമായിട്ടുള്ളതാണ്. ഓക്കെ, അത്രയും നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകങ്ങൾ 8 മുതൽ 12 വരെ. അമാനിത്വം മദം വിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം ആസക്തിർ അനഭിഷ്വാംഗഃ പുത്രധാരാഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജനസംസദി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യദതോന്യതഃ. ആരെങ്കിലും 2 ആൾ മാത്രം വായിച്ചാൽ മതി, കുറേ ശ്ലോകങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കട്ടെ.
ഹരേ കൃഷ്ണ. അമാനിത്വമദം വിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിർ അനവിശ്വംഗ പുത്രധാരഗൃഹാദിഷു നിത്യം ചമസി തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തി അവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അതിർജനന സംസദി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യത. ഹരേ കൃഷ്ണ. വേറെ ഒരാളും കൂടെ. ഹരേ കൃഷ്ണ. അമാനിത്വമദം ഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിക്ഷുങ്ക പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാന്യന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം ആരതിർജനസംസദി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ഒരാൾ വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവ എല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഈ ജ്ഞാനപ്രക്രിയയെ വായിച്ചാൽ മതി. ഓക്കെ. ഹരേ കൃഷ്ണ. ശരി പ്രഭു. ഈ ജ്ഞാനപ്രക്രിയയെ കർമ്മക്ഷേത്രത്തിന്റെ ഒരു പ്രതിപ്രവർത്തനമെന്ന് ബുദ്ധി കുറഞ്ഞവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതാണ് ജ്ഞാനത്തിന്റെ യഥാർത്ഥ പ്രക്രിയ. ഇതിനെ സ്വീകരിക്കുന്നതുകൊണ്ട് നിരപേക്ഷ തത്വത്തെ സമീപിക്കാനുള്ള അവസരം കിട്ടുന്നു. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ 24 ഭൗതിക മൂലകങ്ങളുടെ പ്രതിപ്രവർത്തനമല്ലിത്, മറിച്ച് അവയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായമാണ്. 24 മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ കുടുങ്ങിപ്പോയ ജീവാത്മാവിന് ഇപ്പറഞ്ഞ ജ്ഞാനപ്രക്രിയ മോചനമാർഗമാണ്. ജ്ഞാനപ്രക്രിയകളുടെ വിവരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനെന്ന് 11ാം ശ്ലോകത്തിന്റെ ആദ്യ വരിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി എന്ന ജ്ഞാനപ്രക്രിയയുടെ അവസാന ലക്ഷ്യം കറകളഞ്ഞ ഭക്തിയുത സേവനമാണ്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ മുൻപ് പറഞ്ഞ 19 സദ്ഗുണങ്ങളും പാഴാകുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരിലാകട്ടെ മറ്റു 19 ഗുണങ്ങളും സ്വാഭാവികമായി വളർന്നുവരും. ശ്രീമദ് ഭാഗവതം 5:8-12 പറയുന്നു: യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈ ഗുണൈസ്തത്ര സമാസതേ സുരാഹ. ഭഗവത് സേവന നിരതരിൽ ജ്ഞാനത്തിൻ്റെതായ എല്ലാ നല്ല ഗുണങ്ങളും തഴച്ചു വളരുമെന്നർത്ഥം. 8ാം ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഒരു ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നയാൾക്കും ഇത് അത്യാവശ്യമാണ്. അഭിമതനായൊരു ആചാര്യനെ അംഗീകരിക്കലത്രേ ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭം. ഈ ജ്ഞാനപ്രക്രിയയാണ് യഥാർത്ഥ മാർഗമെന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ സ്വയം നിർദ്ദേശിച്ചിരിക്കെ അതിനു പുറമെയുള്ള ഊഹാപോഹങ്ങൾ നിരർത്ഥകങ്ങൾ തന്നെ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വേറെ കണ്ടിന്യൂ ചെയ്യൂ. ഹരേ കൃഷ്ണ പ്രഭു. ഇനി മേൽപ്പറഞ്ഞ ജ്ഞാനസാധനകളെ ഓരോന്നായി എടുത്തു നോക്കാം. മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്ന ദുർമോഹമില്ലാതിരിക്കലാണ് വിനയം.
ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പം അന്യരുടെ ആദരം പിടിച്ചുപറ്റാനുള്ള വ്യഗ്രതയുണ്ടാക്കുന്നു. ഈ ശരീരമല്ല താനെന്ന് ബോധ്യപ്പെട്ട പൂർണ്ണജ്ഞാനിയായ ഒരാൾക്ക് ശരീരത്തെ സംബന്ധിച്ചുള്ള മാനാപമാനങ്ങൾ ഒരിക്കലും പ്രശ്നമാകുന്നില്ല. മനുഷ്യൻ ഈ ഭൗതിക തൃഷ്ണയിൽ ആകൃഷ്ടനാകാൻ പാടില്ല. മതസംബന്ധമായി പ്രശസ്തി നേടണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ മതസിദ്ധാന്തങ്ങളെ നിഷ്കൃഷ്ടമായി പഠിക്കാതെ ചിലർ അവയ്ക്ക് വഴങ്ങാത്ത ഓരോ സംഘടനകളിൽ ചെന്നുപെടുകയും തങ്ങൾ മതാചാര്യരാണെന്ന പ്രശസ്തി നേടാൻ ഉദ്യമിക്കുകയും ചെയ്യുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിലുള്ള പുരോഗതി അറിയാൻ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പരിശോധനകൾ കൊണ്ട് ഒരാൾക്ക് തന്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ശാരീരികമായ ഹിംസ അഥവാ ഉപദ്രവം ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് സാമാന്യേന വിശ്വസിക്കപ്പെടുന്നു. ഇത് തികച്ചും ശരിയല്ല. യഥാർത്ഥത്തിൽ അഹിംസ എന്നാൽ പരദ്രോഹം ചെയ്യാതിരിക്കലാണ്. സാമാന്യ ജനങ്ങൾ ജീവിതം ഭൗതികമെന്ന സങ്കല്പത്തിൽ കുടുങ്ങിയവരാണ്. അതുകൊണ്ട് അവർക്ക് നിരന്തരം ഭൗതിക ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാനിരതരെന്ന് തന്നെ കരുതാം. ജനങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭൗതിക ബന്ധങ്ങളൊഴിഞ്ഞ് ഉദ്ബുദ്ധകളാകണം. അതാണ് അഹിംസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തന്നെ മറ്റുള്ളവർ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കണം. ഇതാണ് ക്ഷമ. ആധ്യാത്മിക ജ്ഞാനത്തിൽ പുരോഗമിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അന്യരിൽ നിന്ന് ഒട്ടേറെ നിന്ദകളും അപമാനങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം. ഭൗതിക പ്രകൃതിയുടെ സ്വാഭാവികമായ ഘടനയനുസരിച്ച് അങ്ങനെ വന്നേ തീരൂ. ജ്ഞാനാർജനത്തിൽ തൽപരനായിരുന്ന പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരന് പോലും താൻ വളർത്തിയെടുത്ത ഭക്തിയിൽ വെറുപ്പ് തോന്നിയ സ്വപിതാവിനിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. തന്നെ കൊല്ലാൻ അച്ഛൻ പല പ്രകാരം ശ്രമിച്ചു. എങ്കിലും പ്രഹ്ലാദൻ ക്ഷമിച്ചതേയുള്ളൂ. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പുരോഗതിക്ക് എണ്ണമറ്റ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം ക്ഷമിച്ച് മുന്നേറുവാനുള്ള നിശ്ചയദാർഢ്യം നമുക്ക് വേണം. ഹരേ കൃഷ്ണ. ഓക്കെ. അടുത്തത് ഹരേ കൃഷ്ണ. യഥാർത്ഥ സത്യം യാതൊരു നയകൗശലവും കൂടാതെ ശത്രുവിനോട് പോലും ആർജവത്തോടെ തുറന്നു പറയാനുള്ള കഴിവാണ് ലാളിത്യം. ഒരു ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തതാണിത്. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശം കൂടാതെ ആർക്കും ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉദ്ഗതി സാധ്യമല്ല താനും. ഗുരുവിനെ ശിഷ്യൻ അത്യന്തം വിനയത്തോടെ സമീപിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചര്യകളെല്ലാം ചെയ്യുകയും വേണം. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ശിഷ്യനിൽ ഗുരുവിന് പ്രീതി ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ആ ശിഷ്യന് വേണ്ടവോളം ലഭിക്കുകയും ചെയ്യും. വിശ്വാസ്യനായ ഒരു ഗുരു കൃഷ്ണന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച ശിഷ്യന് വിധിപൂർവ്വ നിബന്ധനകൾ അനുസരിച്ചില്ലെങ്കിൽ പോലും സത്വരമായി പുരോഗതി ഉണ്ടാവും. മറിച്ച് ഗുരുവിനെ ഉള്ളഴിഞ്ഞ് സേവിക്കുന്ന ശിഷ്യന് ഒരു നിബന്ധനകളും നിയമങ്ങളും പാലിക്കാൻ പ്രയാസമില്ലാതായി തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആധ്യാത്മിക ജീവിത പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്ത ഒന്നാണ് ശൗചം. ശൗചം 2 വിധമുണ്ട്, ബാഹ്യവും ആഭ്യന്തരവും. ബാഹ്യ ശൗചം കുളി കൊണ്ട് തന്നെ നിറവേറ്റാം. ആന്തരമായതിന് നിരന്തരം കൃഷ്ണസ്മരണയും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രജപവുമാണ് ഉപാധികൾ. മനസ്സിൽ അടിഞ്ഞുകൂടിയ മുൻജന്മ കർമ്മങ്ങളുടെ പൊടിപടലങ്ങളെ ഈ പ്രക്രിയ കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിയും. സ്ഥൈര്യം എന്നത് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാനുള്ള ദൃഢനിശ്ചയം തന്നെ. ഈ നിശ്ചയദാർഢ്യമില്ലാത്ത ഒരാൾക്ക് പ്രകടമായ പുരോഗതി സാധ്യമല്ല. ആധ്യാത്മിക പുരോഗതിക്ക് ദോഷകരമായ ഒന്നും അംഗീകരിക്കാതിരിക്കലാണ് ആത്മനിയന്ത്രണം. ഒരാൾ ഇതുമായി യോജിച്ചു പോകണം. ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമാകുന്നത് എന്തും ഉപേക്ഷിച്ചേ കഴിയൂ. യാഥാർത്ഥ്യമായ ത്യാഗം ഇതാണ്. കരുത്തേറിയവയാണ് ഇന്ദ്രിയങ്ങൾ. അവയ്ക്കെപ്പോഴും അതത് വിഷയങ്ങളെ അനുഭവിക്കണമെന്നാണ് വാശി. ഈ ആവശ്യമില്ലാത്ത വാശിക്ക് നാം വഴങ്ങിപ്പോകരുത്. ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ശരീരത്തെ സജ്ജമാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താവൂ. സുപ്രധാനവും നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ഇന്ദ്രിയം നാവാണ്. ഇതിനെ നിയന്ത്രിച്ചവന് മറ്റുള്ള ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. രുചിക്കുകയും സ്പന്ദിക്കുകയുമാണ് നാവിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് ക്രമാനുസൃതമായി നിയന്ത്രിക്കപ്പെട്ടാൽ അത് കൃഷ്ണന് നിവേദിച്ച ഭോജ്യപാനങ്ങൾ ആസ്വാദിക്കുന്നതിനും ഹരേകൃഷ്ണ മന്ത്രോച്ചാരണത്തിനും സദാ ഏർപ്പെട്ടുകൊള്ളും. കൃഷ്ണന്റെ അഴകേറിയ രൂപമല്ലാതെ യാതൊന്നും കണ്ണിൽ മുമ്പിൽ പെടാതെ സൂക്ഷിക്കുന്ന പക്ഷം
നേത്രങ്ങളെയും നിയന്ത്രിക്കാനാവും. കൃഷ്ണന്റെ ചരിതങ്ങൾ കേൾക്കുന്നതിൽ കാതുകളും ഭഗവാൻ അർപ്പിച്ച പൂക്കളുടെ ഗന്ധം ശ്വസിക്കുന്നതിൽ നാസികയും ഏർപ്പെടട്ടെ. ഇതാണ് ഭക്തിപൂർവമായ സേവനത്തിന്റെ പ്രക്രിയ. ഈ ഭക്തിയുത സേവനത്തെ ശാസ്ത്രീയമായി പ്രതിപാദിക്കുകയാണ് ഇവിടെ ഭഗവത്ഗീത ചെയ്തിട്ടുള്ളത്. ഭക്തിയുത സേവനമാണ് ഒരേ ഒരു പ്രധാന ലക്ഷ്യം. ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച ചില ബുദ്ധിശൂന്യന്മാർ മറ്റു വിഷയങ്ങളിലേക്ക് വായനക്കാരുടെ ശ്രദ്ധയെ തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനം മാത്രമാണ് വാസ്തവത്തിൽ ഭഗവത്ഗീതയിലെ പ്രതിപാദ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി, വായിക്കും. ഹരേ കൃഷ്ണ. ഈ ശരീരമാണ് താനെന്ന് കരുതുന്നതാണ് മിഥ്യാഹംഭാവം. താൻ ശരീരമല്ല, ആത്മാവാണെന്ന് അറിയുമ്പോൾ അയാൾ തന്റെ യഥാർത്ഥ അഹംഭാവത്തിലേക്ക് വരുന്നു. തീർച്ചയായും അഹംഭാവം എന്നൊന്നുണ്ട്, എന്നാൽ മിഥ്യാഹംഭാവത്തെയാണ് ഇവിടെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ അഹംഭാവത്തെ അല്ല. ബഹുധാരണ്യകോപനിഷത്ത് 1:4-10 പ്രഖ്യാപിക്കുന്നു: അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്. ഈ അഹംബോധം സാക്ഷാത്കാരം നേടിയ മുക്താവസ്ഥയിലും നിലനിൽക്കുന്നുണ്ട്. ഞാനെന്ന ഈ ഭാവമാണ് അഹംഭാവം. നശ്വരമായ ശരീരത്തെക്കുറിച്ച് ഉണ്ടാവുന്ന അഹംഭാവമാണ് മിഥ്യാഹംഭാവം. ഈ അഹംബോധത്തെ ശാശ്വതമായ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത് സത്യാഹംബോധമായി മാറുകയും ചെയ്യും. അഹം എന്ന ഭാവം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന തത്വചിന്തകരുണ്ട്. പക്ഷെ അത് സാധ്യമല്ല തന്നെ. നമ്മുടെ വ്യക്തിത്വമാണല്ലോ ഈ അഹം. എന്നാൽ ശരീരമാണ് താൻ എന്ന മിഥ്യാവബോധമാണ് ഉപേക്ഷിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നിവയിൽ നിന്നുളവാകുന്ന ക്ലേശങ്ങളെ കുറിച്ച് നാം ഓർമ്മിക്കണം. വൈദിക സാഹിത്യങ്ങളിൽ ജനനത്തെ വിവരിച്ച് കാണിക്കുന്നുണ്ട്. ജനിക്കാത്തവരുടെ ലോകവും ഗർഭസ്ഥ ശിശുവിന്റെ ചുറ്റുപാടുകളും അതിൽ ദുരിത അനുഭവങ്ങളും ഉള്ളിൽ തട്ടുമാറ് ശ്രീമദ് ഭാഗവതത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ജനനം പീഡാനുഭവങ്ങൾ നിറഞ്ഞതാണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. ഗർഭാശയത്തിൽ പൂർണ്ണാവസ്ഥയിലിരിക്കെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നുവെന്ന് ജനനാനന്തരം മറന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ ജനന മരണ പ്രക്രിയയ്ക്ക് ഒരു അറുതി വരുത്താൻ നാം ശ്രമിക്കാത്തത്. മരണ സമയത്തുമുണ്ട് നാനാവിധ ക്ലേശങ്ങൾ. ഇതും ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇവ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. രോഗം, വാർദ്ധക്യം എന്നിവയെക്കുറിച്ചാകട്ടെ ഏവർക്കും അനുഭവത്തിൽ നിന്നറിയാം. രോഗിയായവനോ കിഴവനായവനോ രോഗിയാവാനോ കിഴവനാകാനോ ആഗ്രഹിക്കുന്നവരില്ല. എങ്കിലും ഈ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വയ്യതാനും. ഇങ്ങനെ ജനന മരണ വാർദ്ധക്യ രോഗാദി പീഡകളുടെ അനുസ്മരണ മൂലം ഭൗതിക ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമില്ലാത്തതാകുമ്പോഴേ നമുക്ക് ആത്മീയ പുരോഗതിക്ക് ആവശ്യമായ പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വഗൃഹത്തോടും ഭാര്യാമക്കളോടും വിരക്തി എന്നതിനെ അവരോട് സ്നേഹമില്ലായ്മ എന്നർത്ഥമാക്കിക്കൂടാ. സ്വാഭാവികമായി സ്നേഹഭാജനങ്ങളാണവർ. പക്ഷേ ആധ്യാത്മിക പുരോഗതിക്ക് വിഘ്നമായിത്തീരുന്ന പക്ഷം അവരിലുള്ള താത്പര്യം ഉപേക്ഷിക്കണം. ഒരു കുടുംബത്തെ സന്തുഷ്ടമാക്കാനുള്ള ഉത്തമോപായം കൃഷ്ണാബോധമാണ്. ഒരാളിൽ അത് പൂർണ്ണമായി ഉണ്ടെങ്കിൽ തന്റെ ഗൃഹത്തെ അദ്ദേഹത്തിന് തികച്ചും സന്തോഷഭരിതമാക്കാം. ഈ കൃഷ്ണാബോധ പ്രക്രിയ കൃഷ്ണനെ നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കുകയും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം തുടരുകയും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം മുതലായ സദ്ഗ്രന്ഥങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുകയും വിഗ്രഹാരാധന ഏർപ്പെടുകയും ചെയ്താൽ മാത്രം മതിയാകും. ഇവ 4 മതി ഒരാളെ സന്തുഷ്ടനാക്കാൻ. കുടുംബാംഗങ്ങളെ ഈ വിധത്തിൽ പരിശീലിപ്പിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടട്ടെ. ഈ 4 നിബന്ധനകളെ മുൻനിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തിൽ കൃഷ്ണാബോധം വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ നിന്ന്
സന്യാസത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ആധ്യാത്മിക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതോ അതിനെ ഇണങ്ങുന്നതോ അല്ലെങ്കിൽ ഗാർഹിക ജീവിതത്തെ ത്യജിക്കുക തന്നെ വേണം. അർജുനൻ ചെയ്തതുപോലെ കൃഷ്ണനെ സാക്ഷാത്കരിക്കാനോ സേവിക്കാനോ വേണ്ടി എല്ലാം ബലി കഴിക്കാം. സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലാൻ അർജുനൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിട്ടും തന്റെ കൃഷ്ണ സാക്ഷാത്കാരത്തിന് അവർ പ്രതിബന്ധനമുണ്ടാക്കുന്നതായി അറിഞ്ഞപ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ച് അവരെ പോരിൽ ഹിംസിച്ചു. ഏതു വിധത്തിലും ഗാർഹിക ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിൽ ആസക്തരാവാതെ ഇരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ ലോകത്തിൽ ആർക്കും തികച്ചും സന്തുഷ്ടനോ തികച്ചും ദുഃഖിതനോ ആകുവാൻ വയ്യ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഭൗതിക ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളാണ് സന്തോഷവും സന്താപവും. ഭഗവത്ഗീതയിൽ ഉപദേശിച്ചതുപോലെ അവയെ സഹിക്കാൻ ശീലിക്കണം. ഈ സുഖദുഃഖങ്ങളുടെ പോക്കുവരവുകൾ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഭൗതിക ജീവിതത്തിൽ അനാസക്തനായി രണ്ടു നിലയിലും സമതുലിത അവസ്ഥ പുലർത്തണം. സാമാന്യേന ഇഷ്ടലാഭത്തിൽ എത്രയും സന്തുഷ്ടരും അനിഷ്ടം നേരിട്ടാൽ അത്ര തന്നെ ദുഃഖിതരുമാണ് നമ്മൾ. എന്നാൽ ആധ്യാത്മിക തലത്തിൽ ഉറച്ചു നിന്നാൽ ഇവ നമ്മെ അലട്ടുകയില്ല. ആ നിലയിലെത്താൻ നിരന്തരം ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക തന്നെ വേണം. ഏകാഗ്രമായ കൃഷ്ണഭക്തി സേവനമെന്നാൽ 9 വിധം ഭക്തി പ്രക്രിയകളിൽ ഏർപ്പെടലാണ്. കീർത്തനം, ശ്രവണം, പൂജനം, പ്രണാമം എന്നു തുടങ്ങിയവയെ 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയാണ് നാം അനുഷ്ഠിക്കേണ്ടത്. ആധ്യാത്മിക ജീവിതത്തിനോട് ഇണങ്ങി ചേർന്നവർ ഭൗതികതയിൽ ആസക്തരായവരോട് കൂട്ടുകൂടാൻ സ്വാഭാവികമായി ഇഷ്ടപ്പെടുകയില്ല. അയാളുടെ സ്വഭാവത്തിന് വിരുദ്ധമാണത്. ആവശ്യമായി തോന്നാത്ത സഹവാസം വെടിഞ്ഞ് ഏകാന്തതയിൽ ജീവിക്കാൻ തനിക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഭക്തൻ ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്ന്. വെറുത്ത വിനോദങ്ങൾക്കോ സിനിമാ പ്രദർശനങ്ങൾക്കോ സാമൂഹ്യാഘോഷങ്ങൾക്കോ പോകാൻ അയാൾക്ക് ആഗ്രഹമുണ്ടാവില്ല. അതെല്ലാം സമയം പാഴാക്കാനുള്ള ഉപായങ്ങൾ മാത്രമാണെന്ന് അയാൾക്കറിയാം. അനേകം പണ്ഡിത ഗവേഷകരും തത്വചിന്തകരും ലൈംഗിക ജീവിതത്തെക്കുറിച്ചും മറ്റും പഠനം നടത്താറുണ്ട്. എന്നാൽ ഭഗവത്ഗീത അനുസരിച്ച് അത്തരം ഗവേഷണങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. അവയിൽ കഴമ്പില്ല തന്നെ. തത്വജ്ഞാനനിഷ്ഠമായി വിവേകത്തോടെ ആത്മാവിനെ പറ്റി ഗവേഷണം ചെയ്യാനാണ് ഗീത നിർദ്ദേശിക്കുന്നത്. ആത്മാവിനെ കുറിച്ചാവണം മനുഷ്യന്റെ ഗവേഷണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോഗം വിശേഷിച്ചും പ്രായോഗികമാണെന്ന് ഭഗവത്ഗീത വ്യക്തമാക്കുന്നു. ഭക്തിയുടെ കാര്യത്തിൽ പരമാത്മാവിനും ജീവാത്മാവിനുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഈ രണ്ടും ഒന്നാവാൻ നിവൃത്തിയില്ല. ഭക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിത സിദ്ധാന്തത്തിൽ വിശേഷിച്ചും വ്യക്തിഗത ആത്മാവ് പരമാത്മാവിന് ചെയ്യുന്ന സേവനം ശാശ്വതമാണ് എന്നിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഭക്തി അഥവാ ഭക്തിയുത സേവനവും ശാശ്വതം തന്നെ. ഈ വസ്തുത ഒരാൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതാണ്. ഭാഗവതം ഇങ്ങനെ പറയുന്നു: വദന്തി തത്വവിവസ്ഥ തത്വം യജ്ഞാനമദ്വയം 1.2.11. ആത്മസാക്ഷാത്കാരം ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 വിവിധ ഘട്ടങ്ങളായുണ്ടെന്ന് നിരപേക്ഷ തത്വദർശികർ അറിയുന്നുണ്ട്. നിരപേക്ഷ തത്വത്തിന്റെ സാക്ഷാത്കാരത്തിലെ അന്തിമ പദമാണ് ഭഗവാൻ. അതിനാൽ പരമപുരുഷ ജ്ഞാനത്തിന്റെ ആ ഉന്നത തലത്തിലേക്ക് എത്തിച്ചേർന്ന് ഭഗവത് ഭക്തിയു സേവനത്തിൽ ഏർപ്പെടാം. അതാണ് ജ്ഞാനത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചുവട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന സോപാന ശ്രേണി പോലെയുള്ള ഒന്നാണ് വിനയ പരിശീലനത്തിൽ ആരംഭിച്ച് പരമതത്വത്തിന്റെ പരമപുരുഷന്റെ സാക്ഷാത്കാരം വരെ നീണ്ടുപോകുന്ന ഈ പ്രക്രിയ പരമ്പര. ഈ സോപാനങ്ങളിലൂടെ ആദ്യത്തെ നിലയിൽ എത്തിയവരുണ്ട്, 2ാം നിലയിലും 3ാം നിലയിലും എത്തിയവരുമുണ്ട്. എന്നാൽ കൃഷ്ണനെ കുറിച്ചുള്ള തികഞ്ഞ ജ്ഞാനമാകുന്ന മുകൾ നിലയിൽ എത്തിച്ചേരുന്നതുവരെ ഒരാൾ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന പടികളിൽ തന്നെ. ഈശ്വരനോട് മത്സരിക്കാനും അതേസമയം ആധ്യാത്മിക പുരോഗതി നേടാനും ഉദ്യമിക്കുന്നവർക്ക് നിരാശയ്ക്കേ വഴിയുള്ളൂ. വിനയം കൂടാതെ യഥാർത്ഥമായുള്ള ജ്ഞാനം ലഭ്യമല്ലെന്ന് വ്യക്തമാണ്. താൻ തന്നെ ഈശ്വരൻ എന്ന വിചാരം എത്രേ ഗർവിന്റെ ഉച്ചകോടി. ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങളാൽ പലതവണ അടിച്ചമർത്തപ്പെട്ടിട്ടും അജ്ഞാനത്താൽ ജീവാത്മാവ് ഓർത്തുപോകുന്നു ഞാനാണ് ഈശ്വരൻ എന്ന്. ആ നിലയ്ക്ക് അമാനിത്വം അല്ലെങ്കിൽ വിനയം അറിവിന്റെ ആദ്യ സോപാനമാണ്. താൻ ഭഗവാന്റെ ആശ്രിതൻ എന്ന് മനസ്സിലാക്കി മനുഷ്യൻ വിനീതനായി വർത്തിക്കണം. മറിച്ച് അദ്ദേഹത്തോട് മത്സരിച്ചാൽ ഭൗതിക പ്രകൃതിക്ക് അധീനപ്പെട്ടുപോകും. ഈ സത്യം അറിഞ്ഞ് ബോധ്യപ്പെടണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരുപാട് വലിയ ഭാവാർത്ഥമാണ്.
പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശില പ്രഭുപാദ് പറയുന്നു. നമ്മൾ പല ക്ലാസ്സുകളിൽ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസാണ് ഭഗവത്ഗീതയിൽ നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാൻ പറയുന്നതാണ്. നമ്മൾ പല ഇതിൽ പറയുന്ന 20 കാര്യങ്ങളാണ് പറയുന്നത് ഭഗവാൻ അറിവിനെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല സാഹചര്യങ്ങളിൽ പല ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ജ്ഞാനം എന്താണ് എന്നുള്ള അർജുനൻ്റെ ചോദ്യം, 5ാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജ്ഞാനം എന്താണ്, ഇനി ആ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ജ്ഞാനം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഭഗവാൻ അവിടെ പറഞ്ഞു. ഇനി അതെങ്ങനെ ലഭിക്കുന്നു ജ്ഞാനം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ വിവരിക്കുന്നത്. അപ്പോൾ ഇതാണ് വഴി. അതായത് ഈ പറയുന്ന 20 കാര്യങ്ങൾ, 20 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഈ 20 ക്വാളിറ്റീസ് 20 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിവിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? വിനയത്തിൽ നിന്ന്. അമാനിത്വം. അപ്പോൾ 20 സെയിൻലി ക്വാളിറ്റീസ്, അല്ലെങ്കിൽ 20 പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള, അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള ക്വാളിറ്റീസാണ്. ഇതെല്ലാം നമ്മൾ ആർജിക്കുക, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പരിപൂർണമായിട്ടുള്ള ജ്ഞാനം നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് അമാനിത്വം, അതായത് വിനയം. വിനയത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരിൽ നിന്നും ബഹുമാനവും ആദരവും പ്രതീക്ഷിക്കാതെ. പലതവണ വിനയത്തെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. വരിഷ്ഠരായിട്ടുള്ള ഭക്തരൊക്കെ അവരെങ്ങനെ പറഞ്ഞാലും, അവരെന്ത് പറയുമ്പോഴും ആ ഹൃദയത്തിൽ നിന്ന് അവരുടെ ആ സ്വാഭാവികമായിട്ടുള്ള വിനയം വരുന്നത് നമുക്ക് കാണാം. ശില സനാതൻ ഗോസ്വാമിയുടെ ചരിത്രം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം. ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം. പുരുഷേരക്കീട്ട ജഗായി മതയേക്കാളും മോശക്കാരനാണ് ഞാൻ മലത്തിലെ കൃമിയാണ്. നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നു, മോസമ പതീത പ്രഭു നാഹി ത്രിഭുവനങ്ങൾ എന്നെ പോലെ പതീതനായിട്ടുള്ള ആരുമില്ല. സനാതൻ ഗോസ്വാമി പറയുന്നു ചൈതന്യ മഹാപ്രഭുവിനോട്, കെ അമാർ ജാറ്റെ താപത്രായ്, ഞാൻ ആരാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ എവിടെ നിന്ന് വന്നു, എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മഹാപ്രഭുവിൻ്റെ മുമ്പിൽ സനാതൻ ഗോസ്വാമി, രൂപഗോസ്വാമി പോകുന്നു. ഇതെല്ലാം ഈ എല്ലാ ഇൻസ്റ്റൻസിലും നമുക്ക് കാണാം. ഇതെല്ലാം വിനയമാണ്, അതായത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായിട്ടുള്ള വിനയം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. അപ്പോൾ സനാതൻ ഗോസ്വാമി, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയൊക്കെ നാച്ചുറലി അവർക്ക് ആ വിനയം വരുന്നുണ്ട്. കാര്യം അവർ ഓൾറെഡി ശുദ്ധഭക്തരാണ്, അതുകൊണ്ടത് പ്രകടമാവുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരിശീലിക്കുന്നവരാണ്. നമ്മളാരും സനാതൻ ഗോസ്വാമിയുടെയും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെയും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. എന്നാൽ നമുക്കും പരിശീലിക്കാം അവരുടെ പാത പിന്തുടർന്നുകൊണ്ട്. അതായത് ബേസിക്കലി സിമ്പിളാണ്. അവർ പറയുന്ന പോലെ നമ്മുടെ ഇങ്ങനെ ഓരോന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഉള്ളിൽ നിന്ന് തോന്നണം നമുക്ക്. അതായത് റെസ്പെക്റ്റ് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്, അത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. റെസ്പെക്റ്റോ അപ്രീസിയേഷൻസോ കയ്യടിയോ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അത്രയും നമ്മൾ ചെയ്താൽ തന്നെ അത് വിനയത്തിലേക്ക്, അതായത് സ്വാഭാവികമായിട്ടുള്ള വിനയം ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു അപ്രീസിയേഷനോ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ള തോന്നലോ, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരുമ്പോഴാണ് ഞാൻ നല്ല ഒരുപാട് വർഷങ്ങളായിട്ട് പരിശീലിക്കുന്ന ഒരു ഡിവോട്ടിയാണ്, എല്ലാവരും എന്നെ കാണുമ്പോൾ നമസ്കരിക്കണം, അല്ലെങ്കിൽ കാലിൽ തൊടണം എന്നുള്ളത് ഒക്കെ ഡിവോട്ടീസ് ആവുമ്പോൾ സീനിയേഴ്സിന് മുമ്പിൽ വരുമ്പോൾ അവർ ചില സമയങ്ങളിൽ നമസ്കരിക്കും,
ചില സമയങ്ങളിൽ കാലിൽ തൊടുക എന്ന് പറഞ്ഞാൽ കാലിൽ തൊടുന്ന പോലെ നേരിട്ട് പോയി തൊടുന്ന കാര്യമല്ല, അത് പാടില്ല. എന്നാലും നമസ്കാരം കാണിക്കും, നമസ്കാരം ചെയ്യും, ചിലപ്പോൾ കൈകൊണ്ടായിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം റെസ്പെക്റ്റ് കാണിക്കുവാണ്. അതെല്ലാം റെസ്പെക്റ്റ് കൊടുക്കുന്നത് ഒരു ഡിവോട്ടിയുടെ ക്വാളിറ്റിയാണ്. എന്നാൽ റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുന്നത് ഡിവോട്ടിയുടെ ക്വാളിറ്റി അല്ല. അതാണ് പോയിന്റ്. അമാനീന മാനദേന കീർത്തനീയ സദാഹരി. അതായത് ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട, എന്നാൽ അങ്ങോട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വിനയത്തെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഓർക്കാവുന്നതാണ്, നമ്മൾ ഭക്തിയിൽ വരുന്നേക്കാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, തെറ്റായിട്ടുള്ള കാര്യങ്ങളും 4 നിയമങ്ങൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഓർക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക്. എന്തിനാണ്? വിനയം വരാൻ വേണ്ടി, അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി. കാര്യം കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മൾ അങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പോൾ വലിയ ആളായിട്ട് നമ്മൾ കണ്ടിമാലയൊക്കെ ധരിച്ച് വലിയ തിലകെല്ലാം തൊട്ട് വൈഷ്ണവ വേഷത്തിൽ നമ്മൾ എല്ലാവരോടും കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ കൃഷ്ണാബോധത്തെക്കുറിച്ച് പറയുന്നു ഒക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഓർക്കണം, പല വഴിയിലൂടെയും അല്ലെങ്കിൽ മോശമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിനയം ഉള്ളിൽ തോന്നും. ആജാമിളൻ ഇത്രയും പാപങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം അവസാനം വിഷ്ണുദൂതന്മാരുടെ ആ ഒരു ദർശനം കിട്ടിയതിന് ശേഷം അദ്ദേഹം ആക്ച്വലി ഓർക്കുന്നുണ്ട്. പ്രഭുപാജി അവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, ഓഹോ ഇത്രയും വലിയ പാപിയാണല്ലോ ഞാൻ എന്ന്. ആക്ച്വലി ആ ചിന്ത അദ്ദേഹത്തിനെ ശുദ്ധമാക്കുന്നു. പ്രഭുപാജി അവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ചിന്ത. കാര്യം അതൊരു വിനയത്തിലേക്ക് കലാശിക്കുന്നു. കാര്യം ഞാനിങ്ങനെയും പാപിയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണുദൂതന്മാരെ വിട്ടു. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻസ് കൂടുതലാണെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രോബ്ലം. സോ ഇത് ഭഗവാൻ പറയുന്നു തുടക്കമാണ്. പരിപൂർണ്ണ ജ്ഞാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആദ്യത്തെ ക്വാളിറ്റി വേണ്ടത് ഇതാണെന്ന് പറയുന്നത്, അമാനിത്വം, ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം. അതിനുശേഷം പറയുന്നു അദംബിത്വം, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് അഹങ്കാരമില്ലാതിരിക്കുക. അഹങ്കാരം എന്ന് പറയുന്നത് ഫേമസ് ആവാതിരിക്കാനോ അല്ലെങ്കിൽ ഫേമസ് ആവാനുള്ള ആഗ്രഹങ്ങളോ, അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക, എല്ലാവരുടെ മുമ്പിൽ 4 ശ്ലോകങ്ങൾ കാച്ചി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഡൊണേഷൻ കൊടുത്തു, അത് ചെയ്തു. ഹരേ കൃഷ്ണ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. അതാണ് അദംബിത്വം. ഓക്കെ, പിന്നെ 2 മൂന്നാമത്തെ അഹിംസ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എങ്ങനെയാണെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേദനകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ. ശാന്തിർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. എന്താണ് ശാന്തിർ അവ്യക്ത കാലത്വം, അല്ലെങ്കിൽ അതായത് ടോളറൻസ്, സഹിഷ്ണുതയാണ് ശാന്തി എന്ന് പറയുന്നത്. ശാന്തിർ. അതേപോലെ തന്നെ തിതിക്ഷസ്വ ഭാരത പറയുന്നുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ 2ാമത്തെ അധ്യായത്തിൽ അർജുനോട് ടോളറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ശാന്തിർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സാഹചര്യവും, അതായത് നമ്മളെ ദുഃഖങ്ങൾ വരും, സന്തോഷം വരുവാണെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ശകാരിക്കുകയാണ്, അല്ല ആരെങ്കിലും നമ്മൾ ചീത്ത പറയുകയാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ്, നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്, ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, എന്താണെങ്കിലും അതിനെ സഹിക്കുക എന്നുള്ളത്, ടോളറേറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ശാന്തിർ. പിന്നെ ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപ്ലിസിറ്റി എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പല മുഖങ്ങൾ കാണിക്കുന്നത്, അത് സിംപ്ലിസിറ്റി അല്ല. ഓക്കെ, ചില ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ
വേറെ രീതിയിൽ പറയുന്നു, വേറെ ആളുകളുടെ അടുത്ത് പോയിട്ട് വേറെ അവർക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് പറയുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ സാഹചര്യവും ആളുകളും ഒക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആവുന്നു. അപ്പോൾ അത് ആക്ച്വലി ആർജവമല്ല. എന്നാൽ ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഉള്ളത്, ശാസ്ത്രത്തിൽ പറയുന്നത്, ഗുരുജനങ്ങൾ പറയുന്നത്, ഭഗവാൻ പറയുന്നത് എന്താണോ അതിൻ്റെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക നല്ല രീതിയിൽ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കളിക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 15 കാര്യങ്ങളുണ്ട് ബാക്കി. ആചാര്യ ഉപാസനം, അതായത് ഒരു ആധ്യാത്മിക ഗുരുവിനെ അദ്ദേഹത്തെ സേവനം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഇത് ഗുരുവിനെ സേവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെയും ഗുരുവിനെ സേവിക്കുക ആ ഭാവത്തോടു കൂടി, അതായത് ഗുരുവിൽ നിന്ന് എന്തെങ്കിലും ഒരുപാട് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ, അതായത് ഗുരു ഓക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ ഒരു സേവനവും അഹൈത്തുകമായിരിക്കണം. നമ്മൾ പറയുന്നു സവേപുംസ പരോധർമ്മ, ആ ശ്ലോകത്തിൽ പറയുന്നു അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. പരിശുദ്ധ ഭക്തി അല്ലെങ്കിൽ ഉത്തമ ഭക്തിയുടെ ലക്ഷണമാണ് അഹൈതുകമായിട്ടുള്ള ഭക്തി എന്നുള്ളത്. ഭക്തി എന്ന് പറയുന്നത് അഹൈതുകമായിരിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ സേവനം ചെയ്യുമ്പോഴും അഹൈതുകമായിരിക്കണം. നമ്മൾ സേവിക്കുക സ്നേഹത്തോടുകൂടി, സ്നേഹം, ബഹുമാനം, ആദരവ്, അതോടുകൂടി ആ ഒരു ഭാവത്തോടുകൂടി സേവിക്കുക, ഇങ്ങോട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ. ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ശൗചം 2 തരത്തിലുണ്ട്, അകത്തും പുറത്തും. പുറത്തെ ഇപ്പം ഇവിടെ വായിച്ചിരുന്നു, കുളിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ശരീരം വൃത്തിയാക്കിയാലോ പുറമേയുള്ള ശൗചം നോക്കാം. അകത്തുള്ള ശൗചത്തിന് എന്താണ് ചെയ്യേണ്ടത്? ക്ലീൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇതാണ് മാർഗം. പിന്നെ പറയുന്നു സ്ഥൈര്യം. സ്ഥൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത, സ്റ്റഡി ആയിട്ടുള്ള അവസ്ഥ. അതായത് ആധ്യാത്മികതയിൽ പുരോഗമിക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടു കൂടി വളരെ സ്റ്റഡി ആയിട്ട് സ്ഥിരതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് സ്ഥൈര്യമെന്ന് പറയുന്നത്. ആത്മവിനിഗ്രഹ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭക്തിമാർഗത്തിൽ പ്രതികൂലമായിട്ടുള്ള സാധനങ്ങളെ, പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യമോ വ്യക്തികളോ എന്ത് വേണമെങ്കിൽ ആവട്ടെ അതിനെ നമ്മൾ തിരസ്കരിക്കുക. ആത്മവിനിഗ്രഹ, അതിനെ ആത്മവിനിഗ്രഹ എന്ന് പറയുന്നു. പിന്നെ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി, ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ നിന്നുള്ള വിരക്തി. അഹങ്കാര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11ാമത്തെ ക്വാളിറ്റിയാണ് പറയുന്നത് അഹങ്കാര. അഹങ്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യ അഹങ്കാരം. ഇവിടെ നമ്മൾ വായിച്ചു, അതായത് ശരീരം ആണ് എന്നുള്ള ഞാൻ ശരീരമാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ശരീരമാണ് എന്നുള്ള ഭാവമാണ് എന്ത്? മിഥ്യാഹങ്കാരം. എന്നാൽ നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ ദാസനാണ്, ദാസാനുദാസനാണ് എന്നുള്ളത് ആണ് ശരിയായിട്ടുള്ള അഹങ്കാരം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള അഹങ്കാരത്തിന് പകരം മിഥ്യാഹങ്കാരമാണ്. നാഹം വിപ്രോ നച നരപതി നാപി വൈശ്യോ ന ശൂദ്രോ നാഹം വർണി നച്ച ഗൃഹപതിർ നാവനസ്തോ യതിർവാ കിന്തു പ്രോദ്യൻ നിഖില പരമാനന്ദ പൂർണാമൃതാബ്ധേർ ഗോപീഭർത്തുപദ കമലയോർ ദാസദാസാനുദാസ്. ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, നാഹം വിപ്രോ, ഞാൻ വിപ്രനല്ല, ഞാൻ ബ്രാഹ്മണനല്ല. നച്ച നരപതി, ഞാൻ ക്ഷത്രിയനോ അല്ലെങ്കിൽ രാജാവോ അല്ല. നാപി വൈശ്യോ, ഞാൻ വൈശ്യനോ അല്ല. നാ ശൂദ്രോ, ശൂദ്രനോ അല്ല. നാഹം വർണ്ണി, ഞാൻ ഒരു വർണ്ണത്തിലും പെടുന്ന ആളല്ല. നച്ച ഗൃഹപതി, ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലുള്ള വ്യക്തിയല്ല. നാ വാനസ്ഥോ, ഞാൻ വാനപ്രസ്ഥിയുമല്ല. യതിർ, അതായത് ഞാൻ ബ്രഹ്മചാരിയുമല്ല, സന്യാസിയുമല്ല. എന്നാൽ പക്ഷെ ഞാൻ ആരാണ്? കിന്തു പ്രോദ്യൻ നിഖില പരമാനന്ദ പൂർണാമൃതാബ്ദേർ ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ്. ഞാൻ വെറും
ഭഗവാന്റെ പരമദിവ്യതമ പുരുഷൻ കൃഷ്ണൻ, അതായത് കൃഷ്ണൻ്റെ സേവകൻ്റെ, അതായത് കൃഷ്ണനെ ഇവിടെ ഗോപി ഭർത്തു എന്ന് വിളിക്കുന്നു. അതായത് ഗോപികമാരെ പരിപാലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അപ്പോൾ ആ ഒരു പേരിലാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഗോപി ഭർത്തു, ഗോപികമാരുടെ സ്വന്തം, ഗോപികമാരെ പരിപാലിക്കുന്ന ആ കൃഷ്ണൻ്റെ ആരാണ്? ദാസാനുദാസ്, ദാസൻ്റെ ദാസൻ ആണ് എന്നുള്ളതാണ്. ഇതാണ് ശരിയായിട്ടുള്ള അഹങ്കാരം. മിഥ്യാഹങ്കാരം നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ശരീരമാണെന്ന് ചിന്തിക്കുന്നതാണ് മിഥ്യാഹങ്കാരം. ഓക്കെ. പിന്നെ പറയുന്നു ജന്മമൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. നമുക്കറിയാം ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്നത് 4 പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ദുരിതങ്ങളെ തരുന്നുള്ളൂ. പിന്നെ അസക്തിർ അനഭവിഷംഗ പുത്രധാര ഗൃഹാദിഷു. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് ആസക്തി എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ്. പിന്നെ പറയുന്നത് പുത്രധാര ഗൃഹാദിഷു, അതായത് ആ പുത്രൻ അതായത് ചുരുക്കം പറഞ്ഞാൽ കുട്ടികളിൽ നിന്നും ഫാമിലി ലൈഫിൽ നിന്നുമുള്ള ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ശിലപ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടെ ഭാവാർത്ഥത്തിൽ. ശിലപ്രഭുജി പറയുന്നു, നമ്മുടെ വീട്ടിൽ കൃഷ്ണാവബോധം പരിശീലിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന് പറയുന്ന തിരുനാമം ജപിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാന് ഭോഗം സമർപ്പിച്ച് മഹാപ്രസാദം കഴിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ ഭഗവത്ഗീത ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമം നമ്മൾ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതില്ലെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വാനപ്രസ്ഥം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? ബിക്കോസ് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ജീവനാണ്, വളരെ വിലപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പാഴാക്കാനുള്ളതല്ല. പാഴായിപ്പോവും. ഒരുപാട് അറ്റാച്ച്മെൻറ്റോടുകൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാരദമുനിയുടെയും ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയുടെയും കുറിച്ചുള്ള കഥകൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാമ്പായി മാറുന്നതൊക്കെ വീട് വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തിന്. അത്രമാത്രം അറ്റാച്ച്മെൻ്റാണ് കുടുംബത്തോടും പൈസയോടും എല്ലാം. സോ അത് നമ്മളെ ഒരിക്കലും ഭഗവാനിലേക്ക് എത്തിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും നല്ല കാര്യം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും കൃഷ്ണാവബോധം കുറച്ചെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അവിടെ തന്നെ നമുക്ക് നിന്നുകൊണ്ട് ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പറയുന്നു നിത്യം ച സമചിത്തത്വം, അതായത് വളരെ സമചിത്വം പാലിക്കുക. സമചിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ചില സമയങ്ങളിൽ നല്ലതും ചീത്തയൊക്കെ നടക്കും, പല കാര്യങ്ങളും നടക്കും, പക്ഷേ എല്ലാം സമചിത്ത ഭാവത്തോടു കൂടി അതിനെ നോക്കിക്കാണുക. പിന്നെ പറയുന്നു മയി ചാനന്യ യോഗേന ഭക്തിർ അവ്യഭിചാരിണി, അതായത് അനന്യമായിട്ടുള്ള ഭക്തി, നിത്യവും അനന്യമായിട്ടുള്ള ഭക്തി, ഭഗവാനോടുള്ള ഭക്തി, അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രഭുപാദി പറയുന്നു, ഈ പറയുന്ന 20 ക്വാളിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഇത്. അതായത് അനന്യമായിട്ടുള്ള ഭഗവത് ഭക്തി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വിവിക്ത ദേശ സേവിത്വം, അതായത് നമ്മൾ ആ അഭക്തരിൽ നിന്ന്, ഭക്തരല്ലാത്തവരിൽ നിന്ന് മാറി നമ്മൾ തനിയെ താമസിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെയും ഒളിച്ചുപോയിരിക്കുക എന്നുള്ളതല്ല, ഭക്തരുടെ സംഘത്തിലിരിക്കുക, എന്നാൽ അഭക്തരുമായിട്ട് മാറി നിൽക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് വിവിക്ത ദേശ സേവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുന്നു അരതിർ ജന സംസതി, അതായത് സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവത് മാർഗം താല്പര്യമില്ലാത്ത ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അധ്യാത്മജ്ഞാന നിത്യത്വം, അതായത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക.
എന്നുള്ളത്. തത്വജ്ഞാനാർത്ഥ ദർശനം, അതായത് തത്വങ്ങൾ, പരമതത്വങ്ങൾ, സത്യങ്ങൾ ഒക്കെ പഠിക്കാൻ, അത് ശാസ്ത്രങ്ങളിൽ പറയുന്ന പരമമായിട്ടുള്ള അല്ലെങ്കിൽ പരമസത്യമാവട്ടെ തത്വങ്ങളാവട്ടെ അതെല്ലാം പഠിക്കുവാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം, ഇതെല്ലാം എന്നിട്ട് ഭഗവാൻ പറയുന്നു 20 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഏതത് ജ്ഞാനം ഇതി പ്രോക്തം, ഞാൻ പറയുന്നു ഇതെല്ലാം ഈ പറയുന്ന 20 കാര്യങ്ങളും 20 ക്വാളിറ്റീസും ആക്ച്വലി ജ്ഞാനവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ദിവ്യമായിട്ടുള്ള ഈ ക്വാളിറ്റികളെല്ലാം നമ്മൾ ആർജിക്കണം. അങ്ങനെയാവുമ്പോഴാണ് അത് അറിവിലേക്ക് കലാശിക്കുന്നത്. ഇല്ലാത്തതെല്ലാം ഇത് 20 കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു അജ്ഞാനം യദോ അന്യത, ഇനി ബാക്കി വരുന്നത് ഈ 20 കാര്യങ്ങൾക്ക് അപ്പുറമുള്ളതെല്ലാം അജ്ഞാനമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സോ മനോഹരം, അതിമനോഹരമായിട്ട് ശീല പ്രഭുപാദി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിൽ. എന്താണെങ്കിലും ഇതാണ് ഈ ഒരു ശ്ലോകങ്ങളുടെ ഒരു എസെൻസ്, ശ്ലോകങ്ങളുടെയും ഭാവാർത്ഥത്തിൻ്റെയും. ഓക്കെ, സോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ഭഗവത്ഗീത की जय, श्रीला प्रभुपाद की जय, श्रील गुरुदेव की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. Good night, Gaur Hari Bol. Thank you.